ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും HTML പ്രാക്ടിക്കൽ ട്യൂട്ടോറിയലിലേക്ക് ഹാർദവമായ സ്വാഗതം. HTML വളരെ എളുപ്പത്തിൽ വളരെ ഭംഗിയായി ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് HTML എന്നുള്ള പേരിലൊരു HTML പ്രാക്ടിക്കൽ എന്നുള്ള പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ HTML പ്രോഗ്രാമുകളൊക്കെ സേവ് ചെയ്യാൻ പോകുന്നത്. HTML പ്രാക്ടിക്കൽ നമ്മുടെ ഫസ്റ്റ് HTML പ്രോഗ്രാമിന് ഒരു ഇമേജിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു ഇമേജ് അവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യണം. അതിൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഒരു ഇമേജ് പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ജീനി ഓപ്പൺ ചെയ്ത് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. കേരള ടൂറിസം എന്നുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. ഡിസൈൻ എ സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ് വെബ് പേജ് ഫോർ കേരള ടൂറിസം. കുറച്ച് കണ്ടീഷൻസ് പറയുന്നത് ഷുഡ് കണ്ടെയ്ൻ ഫീച്ചേഴ്സ് ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഓർ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. കളറോ അല്ലെങ്കിൽ ഇമേജോ നമുക്ക് സെറ്റ് ചെയ്യണം. ഹെഡിങ് ടാഗുകൾ ഉപയോഗിക്കണം. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ ഉപയോഗിക്കണം. ഫോണ്ട് ടാഗുകൾ ഉപയോഗിക്കണം. ഫോണ്ട് ടാഗ് ഉപയോഗിക്കണം. ഇമേജ് സെറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലിൽ പോയിട്ട് സേവാസിൽ വന്നിട്ട് നമ്മുടെ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഡെസ്ക് ടോപ്പിൽ HTML പ്രാക്ടിക്കൽ എന്നുള്ള പേരിലാണ് ഫോൾഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലാണ് പ്രോഗ്രാം സേവ് ചെയ്യുന്നത്. അത് നമുക്ക് പ്രോഗ്രാമിന് കേരള ടൂറിസം എന്നുള്ള പേര് തന്നെ കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, .htm എന്നോ .html എന്നോ ഉള്ള എക്സ്റ്റൻഷൻ കൊടുത്താൽ മാത്രമേ ഇത് HTML ഫയലായിട്ട് സേവ് ആവുകയുള്ളൂ. അപ്പോഴേ അത് വർക്ക് ചെയ്യുകയുള്ളൂ. നമ്മൾ പ്രോഗ്രാം സേവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആദ്യം തന്നെ പ്രോഗ്രാം സേവ് ചെയ്ത് ആണ് നമ്മൾ കോഡ് എഴുതുന്നതെങ്കിൽ ജീനി നമ്മളെ കോഡിങ്ങിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യത്തെ ടാഗ് HTML ടാഗ് എഴുതാൻ പോവുകയാണ്. അതിൻ്റെ ക്ലോസിംഗ് ടാഗ് ആണെങ്കിൽ കണ്ടെയ്നർ ടാഗിനാണ് ക്ലോസിംഗ് ടാഗുകൾ ഉണ്ടാവുക. ക്ലോസിംഗ് ടാഗ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസിംഗ് ടാഗ് ജീനി നമുക്ക് നൽകുന്നതാണ്. ഇതാണ് സേവ് ചെയ്താലുള്ള ഒരു ഉപകാരം. പിന്നെ നമുക്ക് ടാഗുകൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ കൂടെ സാധിക്കും. ടാഗ് കറക്റ്റ് എഴുതി കഴിഞ്ഞാൽ അത് നല്ല നീല കളറിൽ കട്ടിയിൽ കാണാൻ പറ്റും. ഞാൻ ഈ ടാഗിൽ L എന്ന് എഴുതാൻ മറന്നിട്ടുണ്ട് വിചാരിക്കുക. ടാഗിൻ്റെ ആ സ്റ്റൈല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ടാഗും ആട്രിബ്യൂട്ട്സൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതും ഇതിൻ്റെ ഒരു ഉപകാരമാണ്. അടുത്ത ടാഗാണ് ഹെഡ് ടാഗ്. ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. നമുക്കറിയാം ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് ടൈറ്റിൽ ടാഗ് വരുന്നത്. ടൈറ്റിൽ ടാഗിൻ്റെ ക്ലോസിങ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ടൈറ്റിലായിട്ട് കൊടുക്കുന്നത് കേരള ടൂറിസം എന്ന് തന്നെ കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി ടൈറ്റിലായിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പേര് തന്നെ കൊടുത്താൽ നന്നായിരിക്കും. ടൈറ്റിലായിട്ടുണ്ട്. ഇനി അടുത്ത ടാഗാണ് ഹെഡ് ടാഗ്. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് കളറോ ഇമേജോ വേണമെന്നുള്ളത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോഡി ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട് BG കളർ എന്നുള്ളത്. BG കളർ ഇത് ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ ഒക്കെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. BG കളറിന് നമുക്കിഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കാം. ഞാനിവിടെ ഗ്രീനാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ബോഡി ടാഗിൻ്റെ ക്ലോസിംഗ് ടാഗ് ഓട്ടോമാറ്റിക് വരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് സേവ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ സേവ് ചെയ്യുന്നു. പുതുതായിട്ട് ടൈപ്പ് ചെയ്താൽ അത് വീണ്ടും സേവ് ചെയ്യാം. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ലൈവായിട്ട് തന്നെ കണ്ട് പ്രോഗ്രാം ചെയ്യാം. ഇതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്.
ഇവിടെ നോക്കാം, ഇതാണ് നമ്മൾ ടൈറ്റിൽ വരുന്ന ഭാഗം, കേരള ടൂറിസം. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഭാഗത്തിനെയാണ് ഹെഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ പച്ച കളറുള്ള ഭാഗത്താണ് ബോഡി സെക്ഷൻ എന്ന് പറയുന്നത്. ഒരു HTML പേജിൽ 2 സെക്ഷനുകളാണ്, ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. മുകളിൽ കാണുന്ന ഈ ഭാഗത്താണ് ഹെഡ് സെക്ഷൻ എന്നറിയപ്പെടുന്നത്. ഹെഡ് സെക്ഷനിലാണ് എന്തുണ്ടാവുക, കേരള ടൂറിസം എന്നുള്ള ഈ ഒരു ടൈറ്റിൽ ഉണ്ടാവുക. ഇത്ര കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹെഡിങ്ങുകൾ കൊടുക്കണം. ഹെഡിങ് കൊടുക്കുകയാണ്. കേരള സ്റ്റേറ്റ് എന്നുള്ളൊരു ഹെഡിങ്ങും വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള രണ്ടാമതൊരു ഹെഡിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെഡിങ്ങുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 6 ടാഗുകളുണ്ട്. H1, H2, H3, H4, H5, H6 എന്നിവരെയുള്ള 6 ടാഗുകൾ. ഇതിൽ ഏറ്റവും കട്ടിയുള്ള ഹെഡിങ് വരുന്നത് H1 ടാഗിനായിരിക്കും. അപ്പോൾ നമുക്ക് H1 ടാഗ് വെച്ചിട്ട് തന്നെ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഹെഡിങ് എഴുതാവുന്നതാണ്. ഫസ്റ്റ് ഞാൻ കേരള സ്റ്റേറ്റ് എന്ന് എഴുതുകയാണ്. ഇതാണ് ഫസ്റ്റ് ഹെഡിങ്, കേരള സ്റ്റേറ്റ്. നമുക്ക് ഒന്നുകൂടെ സേവ് ചെയ്ത് ഇവിടെ റീഫ്രഷ് ചെയ്യാം. കേരള സ്റ്റേറ്റ് എന്നുള്ള ഹെഡിങ് നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. ഇത് സെൻറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കുകയാണ്. രണ്ടാമത്തെ മെത്തേഡ് സെൻറ്റർ ടാഗ് ഉപയോഗിക്കുകയാണ്. ഞാനിവിടെ സെൻറ്റർ ടാഗ് ഉപയോഗിക്കുകയാണ്. സെൻറ്റർ ടാഗ് ഉപയോഗിച്ചു, ക്ലോസ് ചെയ്തു. ഇനി ഞാൻ ഈ കാര്യങ്ങൾ, ഈ ഒരു ഹെഡിങ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് സേവ് ചെയ്ത് റിസൾട്ട് നോക്കാം. സെൻറ്ററിലേക്ക് പോയിട്ട് നോക്കാം. ഹെഡിങ് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരു ഹെഡിങ് കൂടെ നമുക്ക് എഴുതാനുണ്ട്. അത് H2 ടാഗ് വെച്ചാണ് എഴുതുന്നത്. H2 ടാഗ് വെച്ച് വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രി. വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രി. നമുക്കൊന്നുകൂടെ സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഹെഡിങ് വന്നിട്ടുണ്ട്. ഇതും സെൻറ്ററിലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്ത സെൻറ്റർ ടാഗ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇതിന് ശേഷം ക്ലോസ് ചെയ്യാം. ഇനി നമുക്കൊന്നുകൂടെ സേവ് ചെയ്ത് സെൻറ്ററിലേക്ക് ആയിട്ടുണ്ടോ നോക്കാം. റീഫ്രഷ് ചെയ്യുന്നു, അതും സെൻറ്ററിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണ്ട് ടാഗ് ഉപയോഗിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫോണ്ട് ടാഗ് ഉപയോഗിച്ച് നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തെക്കുറിച്ചൊരു പാരഗ്രാഫ് നമുക്ക് എഴുതാം. അത് നമുക്ക് കേരളത്തെക്കുറിച്ച് എന്തും എഴുതാം, നമ്മൾ ഫോണ്ട് ടാഗ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കേരളത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് കോപ്പി എടുക്കണം ഇവിടുന്ന്. അതിനുശേഷം സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്തതിൻ്റെ താഴെ ഞാനത് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, അതങ്ങനെ നീണ്ടു പോയിട്ടുണ്ട്. നമുക്കതൊന്ന് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ രീതിയിലാണത് കാണുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, സെൻറ്റർ ടാഗിൻ്റെ ഉള്ളിലാണ് ഞാനത് ചെയ്തത്. അത് കട്ട് ചെയ്ത് സെൻറ്റർ ടാഗിനെ മുകളിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഇത് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇടത്തോട്ട് അലൈൻ ചെയ്തിട്ട് ഞാൻ ആ കൊടുത്തുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ വളരെ ചെറിയ അക്ഷരങ്ങളായിട്ടാണ് കാണുന്നത്. നമുക്കിവിടെ 3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫോണ്ട് ടാഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. 1, ഈ അക്ഷരങ്ങളുടെ കളറ് മാറ്റണം. 2, ഈ അക്ഷരങ്ങളുടെ സൈസ് മാറ്റണം. 3, ഈ അക്ഷരങ്ങളുടെ സ്റ്റൈല് മാറ്റണം. 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോണ്ട് ടാഗ് ഓപ്പൺ ചെയ്യണം. ഫോണ്ട് ടാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് സാധാരണ തിയറി എക്സാമിന് ചോദിക്കാറുണ്ട്. ഫോണ്ട് ടാഗിന് 3 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. ഒന്ന് ഫേസ് എന്നുള്ള ആട്രിബ്യൂട്ടാണ്. ഇവിടെ നമുക്ക് ഏത് സ്റ്റൈൽ അക്ഷരങ്ങളാണ് എന്നാണ് കൊടുക്കാനുള്ളത്. ഞാനിവിടെ ഏരിയൽ എന്നാണ് കൊടുക്കുന്നത്, ഏരിയൽ സ്റ്റൈലിൽ. നമുക്കതൊന്ന് നോക്കാം, വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ ഫോണ്ട് എന്നുള്ള ക്ലോസിങ് ഇതിൻ്റെ താഴെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് സേവ് ചെയ്ത് നോക്കാം. അക്ഷരങ്ങളുടെ സ്റ്റൈല് മാറിയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ആട്രിബ്യൂട്ട് ഇവിടെ കൊടുക്കാം. ഞാനൊരു സൈസ് കൊടുക്കാൻ പോവാണ്. സൈസ്
ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലാണ് സാധാരണ വാല്യൂസ് കൊടുക്കുന്നത്. സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യും. ഞാൻ വാല്യൂസ് 5 കൊടുക്കുകയാണ്. അപ്പോൾ സൈസ് 5 ആവും. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഡിഫോൾട്ടായിട്ട് അത് 3 ഇനി അത് സൈസ് 5 മാറുകയാണ്. നമുക്ക് നോക്കാം. സൈസ് മാറി, സൈസ് 5 ആയിട്ടുണ്ട്. ഇനി ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, അക്ഷരങ്ങളുടെ കളർ മാറ്റാൻ വേണ്ടിയിട്ട് കളർ എന്നുള്ള ആട്രിബ്യൂട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വൈറ്റ് കൊടുക്കാം. നമുക്കൊന്നുകൂടെ സേവ് ചെയ്ത റിസൾട്ട് കാണാം. അക്ഷരങ്ങൾ വൈറ്റ് കളറിലായിട്ടുണ്ട്. അപ്പോൾ ഫോണ്ട് ടാഗിൻ്റെ ഉപയോഗം പഠിക്കുക. ഈ ഫോണ്ട് ടാഗ് ഈ ഒരു പാരഗ്രാഫിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പാരഗ്രാഫ് കഴിഞ്ഞപ്പോൾ ഫോണ്ട് ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളാണ് ഇനി ഉപയോഗിക്കാനുള്ളത്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ നമുക്കറിയാം. ഐ ടാഗ്, യു ടാഗ്, ബി ടാഗ്, ബിഗ് ടാഗ്, സ്മോൾ ടാഗ് എന്ന് തുടങ്ങുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ ഞാനൊരു ഹെഡിങ് കൂടെ എഴുതുകയാണ്. ഹെഡിങ് ടാഗ് ഉപയോഗിച്ചല്ല എഴുതുന്നത്, അത് ഫോണ്ട് ടാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അതിനുവേണ്ടി ടൂറിസം അട്രാക്ഷൻസ് ഇൻ കേരള. ഇതാണ് നമ്മുടെ ഹെഡിങ്. നമുക്കിത് ഒന്ന് നോക്കാം. ഔട്ട്പുട്ട് ടൂറിസം അട്രാക്ഷൻസ് ഇൻ കേരള. അപ്പോൾ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനൊരു പുതിയ ലൈനിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മുമ്പ് 1-2 BR ടാഗ് ഉപയോഗിക്കാം. BR ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താഴത്തെ ലൈനിലേക്ക് ബ്രേക്ക് ചെയ്യും. ടൂറിസം അട്രാക്ഷൻസ് ഇൻ കേരള. ഇനി നമുക്ക് ഇതിന് ഒരു അണ്ടർലൈൻ കൊടുക്കണം. അക്ഷരങ്ങൾ കുറച്ച് ചെരിക്കണം, അക്ഷരങ്ങൾ കുറച്ച് കട്ടി കൂടെ കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാഗുകളാണ് ഇനി ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ആദ്യം ബി ടാഗാണ് ഉപയോഗിക്കുന്നത്. ബി ടാഗ് ഉപയോഗിക്കണം. അതിന് ശേഷം ഇറ്റാലിക്സ് അക്ഷരങ്ങൾ കുറച്ച് ചെരിക്കാൻ വേണ്ടിയിട്ട് ഐ ടാഗ് ഉപയോഗിക്കുന്നു. അതിനുശേഷം അക്ഷരങ്ങൾക്ക് അണ്ടർലൈൻ വരാൻ വേണ്ടിയിട്ട് യു ടാഗ് ഉപയോഗിക്കുന്നു. ഞാൻ മൂന്ന് ഒന്നിച്ചാണ് കൊടുക്കുന്നത്. നമ്മുടെ ടൂറിസം അട്രാക്ഷൻസ് ഇൻ കേരള ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ 3 ടാഗുകളുടെയും ഉപയോഗം ഒരുമിച്ച് കാണാം. അപ്പോൾ ഞാൻ സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം ടൂറിസം അട്രാക്ഷൻസ് കേരള കുറച്ച് വലത്തോട്ട് ചെരിഞ്ഞിട്ടുണ്ട്, കുറച്ച് കട്ടി കൂടിയിട്ടുണ്ട്, അണ്ടർലൈനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ടാഗുകളെയാണ് എന്ത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ എന്നറിയപ്പെടുന്നത്. നമുക്കിതിൻ്റെ താഴെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേര് എഴുതാം. കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുടെ പേര് നമുക്ക് എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴേക്ക് വരാൻ വേണ്ടിയിട്ട് ഫോണ്ട് ടാഗിൻ്റെ മുകളിൽ നമുക്ക് ഒരു BR ടാഗ് കൊടുക്കാം. താഴെ ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് BR ടാഗ്. അതിനുശേഷം കുറച്ച് സ്ഥലങ്ങളുടെ പേര്, കോവളം, കുമരകം. ടൂറിസം ഏരിയകൾ നമുക്ക് ഇഷ്ടമൊക്കെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. മൂന്നാർ, കാപ്പാട്, ഒരുപാടുണ്ട്, നമുക്കിഷ്ടമുള്ളത് എഴുതാവുന്നതാണ്. നമുക്കൊന്നുകൂടെ ഇതിൻ്റെ റിസൾട്ട് കാണാം. വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇമേജ് കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഇമേജ് സെറ്റ് ചെയ്യാം. ഇമേജ് ഫോണ്ട് ടാഗിൻ്റെ പുറത്താണ് സെറ്റ് ചെയ്യുന്നത്. ഫോണ്ട് ടാഗ് ഇപ്പോൾ വൈറ്റ് കളറിനും ഈ അക്ഷരങ്ങൾ സ്റ്റൈൽ മാറ്റാനും സൈസ് മാറ്റാനും നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഫോണ്ട് ടാഗിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു BR ടാഗ് ഇടാം. ഇമേജ് താഴേക്ക് വരാൻ വേണ്ടിയിട്ടാണ് BR ടാഗ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇമേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗ് IMG ടാഗാണ്. BR ടാഗും IMG ടാഗും empty ടാഗുകളാണ്. അതിന് ക്ലോസിങ് ഉണ്ടാവില്ല. ഇമേജ് ടാഗിൻ്റെ കൂടെ എപ്പോഴും വരുന്ന ആട്രിബ്യൂട്ടാണ് SRC എന്നുള്ള ആട്രിബ്യൂട്ട്. അതിനുശേഷം സോഴ്സ് എന്നാണ് SRCൻ്റെ ഫുൾ ഫോം. ഇനി നമുക്ക് നോക്കാം. ഈ SRC ഇതിൻ്റെ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇമേജിൻ്റെ പേരായിരിക്കും. അപ്പോൾ നമ്മൾ ഇമേജ് നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഇമേജ് കേരള ടൂറിസം എന്നുള്ള നമ്മുടെ ഫയൽ എവിടെയാണോ സേവ് ചെയ്തത് അവിടെ തന്നെയാണ് നമ്മുടെ ഇമേജും
സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഒരേ സ്ഥലത്താണ് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നോക്കൂ, ഈ ഇമേജിൻ്റെ എക്സ്റ്റൻഷൻ കാണണം. JPEG ഫയൽ, JPEG ഫയലാണ് നമ്മുടെ ഇമേജ്. നമ്മുടെ ഇമേജിൻ്റെ പേര് കഥകളി എന്ന് ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ തെറ്റാതെ അക്ഷരങ്ങൾ തെറ്റാതെ സ്പെല്ലിങ് തെറ്റാതെ ടൈപ്പ് ചെയ്താലും മതി. ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ വാല്യൂസ് കൊടുക്കുന്നിടത്ത് വന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ശ്രദ്ധിക്കണം, JPEG എന്നുള്ള എക്സ്റ്റൻഷൻ കൂടെ കൊടുത്താലേ അത് വർക്ക് ചെയ്യുകയുള്ളൂ. ഇമേജിൻ്റെ എക്സ്റ്റൻഷൻ നിർബന്ധമായിട്ടും കൊടുക്കണം. അതിനുശേഷം നമുക്കത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമുക്ക് റിസൾട്ട് കാണാം. ഇമേജ് വന്നിട്ടുണ്ട്, താഴെ ഇമേജ് ലോഡായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫുൾ സൈസിൽ കാണാം. അതാണ് നമ്മുടെ ഇമേജ്. കേരള ടൂറിസത്തിൻ്റെ വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നിൽ കൂടുതൽ ഇമേജുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിൻ്റെ നീളം വീതിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ VR ടാഗൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതി. വിടുത്ത് നീളം സെറ്റ് ചെയ്യാൻ വിടുത്ത് എന്നുള്ള ആട്രിബ്യൂട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. വിടുത്തിനൊരു 20% കൊടുക്കുക. നമുക്കതിൻ്റെ ഇമേജിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹൈറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്, ഇമേജിൻ്റെ ഉയരം. ഹൈറ്റും 20 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇമേജിൻ്റെ സൈസ് 20% കൂടെ കൊടുത്താലാണ്, പെർസെൻറ്റേജ് സിമ്പിളും കൂടെ കൊടുത്താൽ ഇമേജിൻ്റെ നീളം വീതിയും 20% ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇനി അടുത്ത ഇമേജ് ടാഗ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം. ഈ ഹൈറ്റും വിടുത്തും ഒറ്റ ഇമേജ് ആണെങ്കിൽ ഇത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇവിടെ കേരള ടൂറിസത്തിൻ്റെ വെബ് പേജ് ഉണ്ടാക്കാൻ ആവശ്യം. ഇതിന് ഉള്ളിൽ എഴുതിയിട്ടുള്ള കണ്ടൻറ്റുകൾക്കൊന്നും യാതൊരു വാല്യൂ ഇല്ല. നമുക്ക് കേരളത്തെക്കുറിച്ച് എന്തും എഴുതാം. ഇതിൽ ശ്രദ്ധിക്കുന്നത് ഫോണ്ട് ടാഗ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തിട്ടുണ്ടോ, ഹെഡിങ് ടാഗുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഈ ഒരു വീഡിയോ കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റുകളും എഴുതാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് പഠിക്കേണ്ടത്. ജീനി നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്ത് വീടുകളിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്ത് പഠിക്കാവുന്നതാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.